ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കിരൺ. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതുപോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണം. ഡെയിലി ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടെ കമൻറ്റ് ചെയ്യാം. നമ്മളിന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു സാഹിത്യ പുരസ്കാരമാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം 2020 പുരസ്കാരമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. ഇപ്പോൾ 2020 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായ മലയാളി കഥാകാരിയാണ് ശ്രീമതി ഗ്രേസി. അവരുടെ കഥാസമാഹാരമായ വാഴ്ത്തപ്പെട്ട പൂച്ച എന്ന കൃതിക്കാണ് അവർക്ക് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, 2020 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായ മലയാളിയാണ് ശ്രീമതി ഗ്രേസി. കഥാസമാഹാരം വാഴ്ത്തപ്പെട്ട പൂച്ച. അതുപോലെ തന്നെ 2020 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരത്തിൽ മലയാള ഭാഷയിൽ ഈ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ശ്രീ അബിൻ ജോസഫാണ്. അദ്ദേഹത്തിന്റെ കഥാസമാഹാരമായ കല്യാശ്ശേരി തീസിസ് എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, 2020 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം മലയാള ഭാഷയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ശ്രീ അബിൻ ജോസഫിനും അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹയായ മലയാളി കഥാകാരി ശ്രീമതി ഗ്രേസിയുമാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീ MT വാസുദേവൻ നായരെ പറ്റിയാണ്. സ്വതന്ത്ര സമര സേനാനിയും അതുപോലെ തന്നെ പത്രപ്രവർത്തകനൊക്കെ ആയിരുന്ന ശ്രീ VA കേശവൻ നായരുടെ സ്മരണയ്ക്കായിട്ട് വിതരണം ചെയ്യുന്ന ടോമിയാസ് പുരസ്കാരത്തിന് 2021 അർഹനായിരിക്കുന്നത് ശ്രീ MT വാസുദേവൻ നായരാണ്. അപ്പോൾ ഓർമ്മിക്കുക, 2021 ടോമിയാസ് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ശ്രീ MT വാസുദേവൻ നായരാണ്. സ്വതന്ത്ര സമര സേനാനിയും അതുപോലെ തന്നെ പത്രപ്രവർത്തകനുമായിരുന്ന ശ്രീ VA കേശവൻ നായരുടെ സ്മരണാർത്ഥം വിതരണം ചെയ്യുന്ന പുരസ്കാരം കൂടിയാണ് ടോമിയാസ് പുരസ്കാരം. അടുത്തത് മറ്റൊരു പുരസ്കാരമാണ്. ഇന്ത്യൻ കൗൺസിൽ ഫോർ അഗ്രികൾച്ചർ റിസർച്ച് വിതരണം ചെയ്യുന്ന പുരസ്കാരം 2020 നോർമൻ ബോർലോഗ് നാഷണൽ അവാർഡ്. ഈ പുരസ്കാരത്തിന് അർഹനായ കൊച്ചിയിലെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റാണ് ഡോക്ടർ കാജൽ ചക്രവർത്തി. അപ്പോൾ ഓർമ്മിക്കുക, 2021 നോർമൻ ബോർലോഗ് നാഷണൽ അവാർഡിന് അർഹനായ കൊച്ചിയിലെ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റാണ് ഡോക്ടർ കാജൽ ചക്രവർത്തി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ആണ് ഈ ഒരു പുരസ്കാരം വിതരണം ചെയ്യുന്നത്. കേന്ദ്ര കൃഷി മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ നരേന്ദ്ര സിംഗ് തോമറാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള പോലീസ് 2021 ജൂലൈയിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ്. അതിൻ്റെ പേര് പിങ്ക് പ്രൊട്ടക്ഷൻ പ്രോജക്റ്റ് എന്നാണ്. സ്ത്രീകൾ നേരിടുന്ന സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അവഹേളനങ്ങൾ, അതുപോലെ തന്നെ സൈബർ ലോകത്ത് അവർ നേരിടുന്ന അതിക്രമങ്ങൾ, അതുപോലെ പൊതുയിടങ്ങളിൽ പബ്ലിക് പ്ലേസസിൽ സ്ത്രീകൾ നേരിടുന്ന അവഹേളനങ്ങൾ തുടങ്ങിയവയ്ക്കെതിരെയായിട്ട് കേരള പോലീസ് ആരംഭിക്കുന്ന പദ്ധതിയാണ് പിങ്ക് പ്രൊട്ടക്ഷൻ പ്രോജക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പരാതി, അതുപോലെ തന്നെ സൈബർ ലോകത്ത് അവർ നേരിടുന്ന അതിക്രമങ്ങൾ, അതുപോലെ തന്നെ പൊതുയിടങ്ങളിൽ നേരിടുന്ന അവഹേളനങ്ങളൊക്കെ നേരിടുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിക്കുന്ന പദ്ധതിയാണ് പിങ്ക് പ്രൊട്ടക്ഷൻ പ്രോജക്റ്റ് എന്നുള്ളത്. കേരള പോലീസിന്റെ നിലവിലെ തലവനാരാണ്? ശ്രീ അനിൽ കാന്താണ്. അപ്പോൾ ഓർമ്മിക്കുക, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അവഹേളനങ്ങൾ, അതുപോലെ തന്നെ സൈബർ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ, പൊതുയിടങ്ങളിൽ അവർ നേരിടുന്ന അവഹേളനങ്ങൾ, ഇവയൊക്കെ നേരിടുന്നതിനായിട്ട് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പിങ്ക് പ്രൊട്ടക്ഷൻ പ്രോജക്റ്റ് എന്നുള്ളത്. അടുത്തത് കേരള സർക്കാരിന്റെ ഇന്റർനെറ്റ് റേഡിയോ ആയ റേഡിയോ കേരള 5 മുതൽ 10 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായിട്ട് ആരംഭിച്ച പ്രത്യേക പരിപാടിയാണ് പാഠം എന്ന പരിപാടി. അപ്പോൾ ഓർമ്മിക്കുക, കേരള സർക്കാരിന്റെ ഇന്റർനെറ്റ് റേഡിയോയുടെ പേര് റേഡിയോ കേരള. അപ്പോൾ റേഡിയോ കേരള 5 മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായിട്ട് ആരംഭിച്ച പ്രത്യേക പരിപാടിയാണ് പാഠം. ഓർമ്മിക്കുക, റേഡിയോ കേരള എന്നുള്ളത് കേരള സർക്കാരിന്റെ ഇന്റർനെറ്റ് റേഡിയോ ആണ്. ഇന്റർനെറ്റ് റേഡിയോ ആയ റേഡിയോ കേരള 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്കായിട്ട് ആരംഭിച്ച പ്രത്യേക പരിപാടി പാഠം. വിദ്യാഭ്യാസ മന്ത്രാലയം നിലവിൽ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സംസ്ഥാന മന്ത്രിയാരാണ്? ശ്രീ VA ശിവൻകുട്ടിയാണ്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സംസ്ഥാന മന്ത്രി ഡോക്ടർ R ബിന്ദു ആണ്. അടുത്തത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു ക്യാമ്പയിനാണ്. അതിന്റെ പേര് സജ്ജം എന്നതാണ്. ഓൺലൈൻ ചതിക്കുഴികളിലും അതുപോലെ തന്നെ അമിത ഗെയിം ആസക്തികളിലും പെട്ടുപോകാതെ നമ്മുടെ വിദ്യാർത്ഥികളെ അതിൽ നിന്നെല്ലാം തിരികെ കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് സജ്ജം എന്ന ക്യാമ്പയിൻ. അപ്പോൾ ഓർമ്മിക്കുക, ഓൺലൈൻ ചതിക്കുഴികളിലും അതുപോലെ തന്നെ അമിത ഗെയിം ആസക്തിയിലും പെട്ടുപോകാതെ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് സജ്ജം. വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ശ്രീ V ശിവൻകുട്ടിയാണ്. അതുപോലെ തന്നെ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഡോക്ടർ R ബിന്ദു ആണ്. അടുത്തത് എറണാകുളം ജില്ലയെ പറ്റിയാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആദ്യ വനിതാ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. അപ്പോൾ ഓർമ്മിക്കുക, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ വനിതാ ഫുട്ബോൾ അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. കായിക വകുപ്പ് നിലവിൽ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സംസ്ഥാന മന്ത്രി ആരാണ്? ശ്രീ V അബ്ദുറഹ്മാനാണ്. അതുപോലെ തന്നെ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ അനുരാഗ് ഠാക്കൂറാണ്. അടുത്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് KSEBLന്റെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ CMD ആയിട്ട് നിയമിതനായിരിക്കുന്നത് ശ്രീ B അശോക് IAS ആണ്. അപ്പോൾ ഓർമ്മിക്കുക, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിന്റെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ
ശ്രീ ബി അശോകാണ്. സംസ്ഥാന വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സംസ്ഥാന മന്ത്രി ആരാണ്? ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ്. അടുത്തത് മറ്റൊരു അപ്പോയിൻമെന്റ് ആണ്. ബാംഗ്ലൂർ മെട്രോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ MD ആയിട്ട് നിയമിതനായ മലയാളിയാണ് ഡോക്ടർ MT റിജു. അപ്പോൾ ഓർമ്മിക്കാം, 2021 ജൂലൈയിൽ ബാംഗ്ലൂർ മെട്രോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ MD ആയിട്ട് നിയമിതനായ മലയാളിയാണ് ഡോക്ടർ MT റിജു. ആലപ്പുഴ സ്വദേശിയാണ് ഡോക്ടർ MT റിജു. അപ്പോൾ അതുകൂടെ ഓർമ്മിക്കുക. ബാംഗ്ലൂർ മെട്രോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ MD ആയിട്ട് 2021 ജൂലൈയിൽ നിയമിതനായ മലയാളി ഡോക്ടർ MT റിജു. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പൊതുജന പരാതി പരിഹാര സംവിധാനമാണ്. അതിൻ്റെ പേര് CP ഗ്രാംസ് എന്നാണ്. ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയമാണ്. CP ഗ്രാംസിൻ്റെ ഫുൾ ഫോം സെൻട്രലൈസ്ഡ് പബ്ലിക് ഗ്രീവൻസ് റിഡ്രസ് ആൻഡ് മോണിറ്ററിംഗ് സിസ്റ്റം എന്നാണ്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അധിഷ്ഠിതമായിട്ട് ആരംഭിച്ച ഒരു പൊതുജന പരാതി പരിഹാര സംവിധാനമാണ് CP ഗ്രാംസ് എന്നുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, 2021 ജൂലൈയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അധിഷ്ഠിതമായ പൊതുജന പരാതി പരിഹാര സംവിധാനത്തിനായിട്ട് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് CP ഗ്രാംസ്. പ്രതിരോധ മന്ത്രാലയം നിലവിൽ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ രാജ്നാഥ് സിംഗ് ആണ്. അപ്പോൾ അതുകൂടെ ഓർമ്മിക്കുക. CP ഗ്രാംസ് എന്നുള്ളത് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ ഒരു പൊതുജന പരാതി പരിഹാര സംവിധാനമാണ്. അടുത്തത് ഒരു ക്യാമ്പയിനാണ്. അതിൻ്റെ പേര് ചിയർ ഫോർ ഇന്ത്യ എന്നുള്ളതാണ്. ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ കേന്ദ്ര കായിക മന്ത്രാലയം ഇന്ത്യയിലുടനീളം ആരംഭിക്കുന്ന ക്യാമ്പയിനാണ് ചിയർ ഫോർ ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, ചിയർ ഫോർ ഇന്ത്യ എന്നുള്ള ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര കായിക മന്ത്രാലയമാണ്. കായിക മന്ത്രാലയം നിലവിൽ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ കേന്ദ്രമന്ത്രി ആരാണ്? ശ്രീ അനുരാഗ് ഠാക്കൂറാണ്. അതുപോലെ തന്നെ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സംസ്ഥാന മന്ത്രി ശ്രീ വി അബ്ദുറഹ്മാനാണ്. അപ്പോൾ ചിയർ ഫോർ ഇന്ത്യ എന്നുള്ളത് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര കായിക മന്ത്രാലയം ആരംഭിക്കുന്ന ക്യാമ്പയിനാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഒളിമ്പിക് തീം സോങ്. അതിൻ്റെ പേര് ലക്ഷ്യ തേരെ സാമ്നെ ഹേ എന്നാണ്. ഇതിൻ്റെ കമ്പോസർ ആയിട്ടുള്ള വ്യക്തി മോഹിത് ചൗഹാനാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഒളിമ്പിക്സ് ചിയർ സോങ്ങിൻ്റെ പേര് ഹിന്ദുസ്ഥാനി വേ എന്നാണ്. ഇതിൻ്റെ കമ്പോസർ ആയിട്ടുള്ള വ്യക്തി ശ്രീ AR റഹ്മാനാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഇന്ത്യയുടെ ഔദ്യോഗിക ഒളിമ്പിക് തീം സോങ്ങിൻ്റെ പേര് ലക്ഷ്യ തേരെ സാമ്നെ ഹേ എന്നാണ്. ഇന്ത്യയുടെ ഒളിമ്പിക്സ് ചിയർ സോങ്ങിൻ്റെ പേര് ഹിന്ദുസ്ഥാനി വേ എന്നാണ്. കായിക താരങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തുടനീളം കേന്ദ്ര കായിക മന്ത്രാലയം ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരാണ് ചിയർ ഫോർ ഇന്ത്യ എന്നുള്ളത്. അടുത്തത് മുംബൈയെ പറ്റിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് തുരങ്കം, റോഡ് ടണൽ നിലവിൽ വരുന്നത് മുംബൈയിലാണ്. 10.25 കിലോമീറ്റർ ആണ് ആകെ നീളം. അപ്പോൾ ഓർമ്മിക്കുക, ബോംബെയിലെ ബോരിവല്ലിയെയും താനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കമാണ് നിലവിൽ വരുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് തുരങ്കം നിലവിൽ വരുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ്. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ ഉദ്ധവ് താക്കറെയാണ്. ഗവർണർ ശ്രീ ഭഗത് സിംഗ് കോഷിയാരിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് തുരങ്കം നിലവിൽ വരുന്നത് എവിടെയാണ്? മുംബൈയിലാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കർണാടക ഹൈക്കോടതിയെ പറ്റിയാണ്. റീസെൻ്റ് ആയിട്ട് കർണാടക ഹൈക്കോടതി ഒരു സുപ്രധാന വിധി പുറപ്പെടുവിക്കുകയുണ്ടായി. നിയമപരമല്ലാത്ത വിവാഹ ബന്ധത്തിലെ കുട്ടികൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ട് എന്ന വിധി പ്രസ്താവിച്ചിരിക്കുകയാണ് കർണാടക ഹൈക്കോടതി. അപ്പോൾ ഓർമ്മിക്കാം, 2021 ജൂലൈയിൽ നിയമപരമല്ലാത്ത വിവാഹ ബന്ധത്തിലെ കുട്ടികൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ട് എന്ന വിധി പ്രസ്താവിച്ച ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർണാടക ഹൈക്കോടതിയാണ്. കർണാടകയുടെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ BS യെദ്യൂരപ്പയാണ്. കർണാടകയുടെ ഗവർണർ ശ്രീ ബണ്ടാരു ദത്താത്രേയാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൽഹിയെ പറ്റിയാണ്. ഗൂഗിളുമായി സഹകരിച്ചുകൊണ്ട് റിയൽ ടൈം ബസ് ട്രാക്കിംഗ് സംവിധാനം ആരംഭിക്കാൻ തീരുമാനിച്ച നഗരമാണ് ഡൽഹി. അപ്പോൾ ഓർമ്മിക്കുക, ഗൂഗിളുമായി സഹകരിച്ചുകൊണ്ട് റിയൽ ടൈം ബസ് ട്രാക്കിംഗ് സംവിധാനം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഡൽഹിയാണ്. ഡൽഹി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ അരവിന്ദ് കെജ്രിവാളാണ്. ഗവർണർ ശ്രീ അനിൽ ബൈജാലാണ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് അന്തർദേശീയ വാർത്തകളാണ്. അതിലൊന്നാണ് ഒരു നിയമം, ഈഗിൾ ആക്ട്. ഈഗിളിൻ്റെ ഫുൾ ഫോം എൻഷ്യൂറിംഗ് അമേരിക്കൻ ഗ്ലോബൽ ലീഡർഷിപ്പ് ആൻഡ് എൻഗേജ്മെൻറ്റ് എന്നുള്ളതാണ്. അമേരിക്കൻ കോൺഗ്രസ് പാസ്സാക്കിയ ഒരു നിയമമാണ് ഈഗിൾ ആക്ട് എന്നുള്ളത്. അപ്പോൾ ക്വാഡ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇൻഡോ പസഫിക് മേഖലകളിലേക്കുള്ള ചൈനീസ് മുന്നേറ്റം തടയുക എന്ന ലക്ഷ്യത്തോടുകൂടി അമേരിക്കൻ കോൺഗ്രസിൻ്റെ ഹൗസ് ഫോറിൻ കമ്മിറ്റി പാസ്സാക്കിയ നിയമമാണ് ഈഗിൾ ആക്ട് എന്നുള്ളത്. അപ്പോൾ ഈഗിളിൻ്റെ ഫുൾ ഫോം എൻഷ്യൂറിംഗ് അമേരിക്കൻ ഗ്ലോബൽ ലീഡർഷിപ്പ് ആൻഡ് എൻഗേജ്മെൻറ്റ് എന്നാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വാഡ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 രാജ്യങ്ങൾ ചേരുന്ന ഒരു അസോസിയേഷനാണ് ക്വാഡ് രാജ്യങ്ങൾ. ക്വാഡിൻ്റെ ഫുൾ ഫോം ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ്. ഇത് ഷോർട്ട് ഫോം ആയിട്ട് QSD എന്നും ക്വാഡ് എന്നും അറിയപ്പെടും. അപ്പോൾ ക്വാഡ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതാണ്. ക്വാഡ് രാജ്യങ്ങളായിട്ടുള്ള ഇന്ത്യ, അതുപോലെ തന്നെ ജപ്പാൻ, ഓസ്ട്രേലിയ, അമേരിക്ക. അപ്പോൾ ഈ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ട് ഇൻഡോ പസഫിക് മേഖലകളിലേക്കുള്ള ചൈനീസ് മുന്നേറ്റം തടയുന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്കയിലെ കോൺഗ്രസിൻ്റെ ഹൗസ് ഫോറിൻ കമ്മിറ്റി പാസ്സാക്കിയ നിയമമാണ് ഈഗിൾ ആക്ട് എന്നുള്ളത്. ഇപ്പോൾ ക്വാഡ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അമേരിക്ക, ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ. ക്വാഡിൻ്റെ ഫുൾ ഫോം ക്വാഡ്രിലാറ്ററൽ സെക്യൂരിറ്റി ഡയലോഗ് എന്നതാണ്. അടുത്തത് ഒരു അപ്പോയിൻമെൻ്റ് ആണ്.
സിറിയയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ബാഷർ അൽ അസദ്. ഇത് 4ാം തവണയാണ് സിറിയയുടെ പ്രസിഡന്റായിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോൾ ഓർമ്മിക്കാം, സിറിയയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ബാഷർ അൽ അസദ് ആണ്. സിറിയയുടെ തലസ്ഥാനം ദമാസ്കസ് ആണ്. സിറിയയുടെ കറൻസി സിറിയൻ പൗണ്ട് ആണ്. അപ്പോൾ ഓർമ്മിക്കുക, സിറിയയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ബാഷർ അൽ അസദ്. അടുത്ത ഒരു അപ്പോയിന്റ്മെന്റ് ആണ് അമേരിക്കയുടെ തൊഴിൽ വകുപ്പിന്റെ സോളിസിറ്റർ ആയിട്ട് നിയമിതയായ ഇന്ത്യൻ വംശജയാണ് സീമ നന്ദ. അപ്പോൾ ഓർമ്മിക്കുക, അമേരിക്കയുടെ തൊഴിൽ വകുപ്പിന്റെ സോളിസിറ്റർ ആയിട്ട് നിയമിതയായ ഇന്ത്യൻ വംശജയാണ് സീമ നന്ദ. അടുത്തത് ദുബായിയെ പറ്റിയാണ്. ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ സ്വിമ്മിംഗ് പൂൾ നിലവിൽ വന്നിരിക്കുന്നത് ദുബായിലാണ്. അതിൻ്റെ പേര് ഡീപ്പ് ഡൈവ് എന്നാണ്. ഏകദേശം 60 മീറ്റർ ആണ് ഇതിൻ്റെ ആഴം. അപ്പോൾ ഓർമ്മിക്കുക, ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ സ്വിമ്മിംഗ് പൂൾ നിലവിൽ വന്നിരിക്കുന്നത് എവിടെയാണ്? ദുബായിലാണ്. അതിൻ്റെ പേര് ഡീപ്പ് ഡൈവ് എന്നതാണ്. അടുത്ത ഒരു ഡോക്യുമെന്ററിയെ പറ്റിയാണ്. അതിൻ്റെ പേര് എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്നതാണ്. ഫ്രാൻസിലെ കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ പുരസ്കാരം അല്ലെങ്കിൽ ഓയിൽ ഡിയോർ പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ ഡോക്യുമെന്ററിയാണ് എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് ഉള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, 2021 കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള ഗോൾഡൻ ഐ അല്ലെങ്കിൽ ഓയിൽ ഡിയോർ പുരസ്കാരത്തിന് അർഹമായ ഇന്ത്യൻ ഡോക്യുമെന്ററിയാണ് എ നൈറ്റ് ഓഫ് നോയിങ് നത്തിങ് എന്നുള്ളത്. ഇതിൻ്റെ സംവിധായകയായിട്ടുള്ളത് ശ്രീമതി പായൽ കബാഡിയാണ്. അടുത്തത് ഒരു സ്പോർട്സ് സ്ഥാപനമായ സ്പോർട്സ് ഫോർ ആൾ എന്ന സ്ഥാപനത്തെ പറ്റിയാണ്. മുംബൈ ആസ്ഥാനമായുള്ള സ്പോർട്സ് ഫോർ ആൾ എന്ന സ്ഥാപനമാണ്. ഇതൊരു സ്പോർട്സ് ട്രെയിനിങ് അക്കാഡമിയാണ്. 2021 ടോക്കിയോ ഒളിമ്പിക്സിലെ ഇന്ത്യൻ ഒളിമ്പിക് ടീമിന്റെ ഔദ്യോഗിക പങ്കാളിയായിട്ട് അല്ലെങ്കിൽ ഒഫീഷ്യൽ പാർട്ണറായിട്ട് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്പോർട്സ് സ്ഥാപനമാണ് സ്പോർട്സ് ഫോർ ആൾ എന്നുള്ളത്. അപ്പോൾ ഓർമ്മിക്കുക, 2021 ടോക്കിയോ ഒളിമ്പിക്സിലെ ഇന്ത്യൻ ഒളിമ്പിക് ടീമിന്റെ ഔദ്യോഗിക പങ്കാളി അല്ലെങ്കിൽ ഒഫീഷ്യൽ പാർട്ണറായിട്ട് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രഖ്യാപിച്ച സ്പോർട്സ് സ്ഥാപനമാണ് സ്പോർട്സ് ഫോർ ആൾ എന്നുള്ളത്. സ്പോർട്സ് ഫോർ ആൾ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ശ്രീ നരീന്ദർ ബത്രയാണ്. അടുത്തത് ബ്രിട്ടീഷ് ഫോർമുല 1 താരം ലെവിസ് ഹാമിൽട്ടനെ പറ്റിയാണ്. 2021 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് ജേതാവാണ് ലെവിസ് ഹാമിൽട്ടൺ. അപ്പോൾ ഓർമ്മിക്കുക, 2021 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ലെവിസ് ഹാമിൽട്ടൺ ആണ്. അദ്ദേഹത്തിന്റെ കരിയറിലെ 99ാമത് ഗ്രാൻഡ് പ്രിക്സ് ജയമാണ് അദ്ദേഹം നേടിയിരിക്കുന്നത്. അപ്പോൾ ഓർമ്മിക്കുക, 2021 ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ലെവിസ് ഹാമിൽട്ടൺ ആണ്. അങ്ങനെയാണെങ്കിൽ 2021 ലെവിസ് ഹാമിൽട്ടൺ ഏതെല്ലാം ഗ്രാൻഡ് പ്രിക്സ് കിരീടം നേടിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതുവരെ അദ്ദേഹം 4 കിരീടങ്ങളാണ് നേടിയിരിക്കുന്നത്. റീസെൻ്റ് ആയിട്ട് അദ്ദേഹം നേടിയ ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രിക്സ്, അതുപോലെ തന്നെ ബഹ്റിൻ ഗ്രാൻഡ് പ്രിക്സ്, പോർച്ചുഗീസ് ഗ്രാൻഡ് പ്രിക്സ്, സ്പാനിഷ് ഗ്രാൻഡ് പ്രിക്സ്. അപ്പോൾ ഓർമ്മിക്കുക, ലെവിസ് ഹാമിൽട്ടൺ 2021 നേടിയ ഗ്രാൻഡ് പ്രിക്സ് വിജയങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അറിഞ്ഞൂടാത്തവർ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അടുത്തത് ഒരു വിയോഗമാണ്. 2021 ജൂലൈയിൽ അന്തരിച്ച ഇന്ത്യയിൽ അലങ്കാര രൂപരേഖ വിദ്യാഭ്യാസ രംഗം ചിട്ടപ്പെടുത്തുന്നതിൽ മാർഗദർശിയും അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ്റെ സഹസ്ഥാപകമായ വ്യക്തിയാണ് ശ്രീമതി ഗിര സാരാഭായ്. ഡോക്ടർ വിക്രം സാരാഭായിയുടെ സഹോദരിയാണ് ശ്രീമതി ഗിര സാരാഭായ്. അപ്പോൾ അതോട് ഓർമ്മിക്കാം, 2021 ജൂലൈയിൽ അന്തരിച്ച നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ്റെ സഹസ്ഥാപകയായ വ്യക്തി ശ്രീമതി ഗിര സാരാഭായ്. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. 2021 ജൂലൈയിൽ കേന്ദ്ര കാർഷിക മന്ത്രാലയം കർഷകർക്ക് വിവിധ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് ആരംഭിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഉത്തരം അറിയില്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കണ്ട പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് 2021 ഒളിമ്പിക് ലോറൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്നുള്ളത്. ബംഗ്ലാദേശി സാമൂഹ്യ പ്രവർത്തകനായ 2006 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂനിസിനാണ് 2021 ഒളിമ്പിക് ലോറൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ്സ് ആണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫേഴ്സിന്റെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.